വയനാട്ടിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തി ആത്മഹത്യ ചെയ്ത നേതാക്കളുടെ ചിത്രം വരച്ച് ലോഗോ തയ്യാറാക്കി എഐസിസിയുടെ ചിന്തൻ ശിബിരത്തിന് അയച്ചുകൊടുക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവണമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ്. ജോലി വാഗ്ദാനം ചെയ്ത് വൻതുക തട്ടിയെടുത്തും നിക്ഷേപത്തുക അടിച്ചുമാറ്റിയതും തെളിവ് സഹിതം പിടിക്കപ്പെട്ട സാഹചര്യത്തിലാണ് വയനാട് DCC ട്രഷററും മകനും ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. രക്തം പുരണ്ട കൈപ്പത്തി ലോഗോയാക്കി എഐസിസിക്ക് അയച്ചുകൊടുക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ടത്. രാഷ്ട്രീയ ജീർണതയുടെയും യൂത്ത് കോൺഗ്രസ് തുടരുന്ന അധമ രാഷ്ട്രീയത്തിന്റെയും തെളിവാണ് CPM-നെതിരായുള്ള ലോഗോ തയ്യാറാക്കലെന്ന് CPIM ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ് പറഞ്ഞു. CPM-നെ അധിക്ഷേപിച്ചുകൊണ്ട് ഞങ്ങൾ ലോഗോ ശ്രമിച്ചപ്പോൾ കൊടുത്തിട്ടുള്ള ലോഗോയുടേതാണ്. യൂത്ത് കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിലേക്ക് ആ ലോഗോ സ്വീകരിക്കുന്നത് അവർക്ക് വേണ്ടി ഒരു ലോഗോ ഉണ്ടാക്കും. ആ ലോഗോ ഉണ്ടാക്കേണ്ട വിഷയങ്ങൾ വരേണ്ടതൊന്ന്, നിലമ്പൂരിൽ IPS ജീവനക്കാരിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് അവിടെ രഹസ്യഭാഗത്ത് ചൂര് കുത്തിക്കയറ്റിയ സംസ്കാരം യൂത്ത് കോൺഗ്രസിനുണ്ട്. കടയ്ക്കാവളയിൽ നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെ ജാഥ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ചെന്ന ഉമ്മൻചാണ്ടിയെ മുണ്ടുരിഞ്ഞ് ട്രൗസർ ഇട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി 2 കിലോമീറ്റർ ഓടി രക്ഷപ്പെട്ടത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിലനിൽക്കുന്നത്. അത് ലോഗോയെ സ്വീകരിക്കും. എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസ് നേതാവ് ഒരു അധ്യാപികയെ ബലാത്സംഗം ചെയ്ത് പരസ്യമായി കാറിൽ വെച്ച് തല്ലി ജീവരക്ഷാർത്ഥം ഓടി ഒരു വീട്ടിൽ കയറി അഭയം തേടിയ അത് വേണമെങ്കിൽ ലോഗോയെ സ്വീകരിക്കും. യൂത്ത് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് നേതാക്കന്മാർ 1,88,18 ലക്ഷം രൂപ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് കൈക്കൂലി മേടിച്ചതിൻ്റെ പേരിൽ കോൺഗ്രസിൻ്റെ ജില്ലാ ട്രഷറർ ഉൾപ്പെടെ ആത്മഹത്യ ചെയ്ത നരഹത്യയുടെ വേണേൽ കൊടുക്കാം. അതുകൊണ്ട് അത്തരം നിലപാടെടുക്കേണ്ട ഇത്തരം രേഖകൾ പിന്നിൽ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് ഞങ്ങളെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. സ്വന്തം പാർട്ടിക്കകത്ത് സ്ഥാനം പിടിക്കാൻ വേണ്ടി വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി അതിൻ്റെ പേരിൽ പ്രതികരിച്ച് നിൽക്കുന്നതാണ് സംസ്കാരം. അവ കോൺഗ്രസ് ഇത്തരം ചില കാര്യങ്ങളാണ് എടുക്കേണ്ടത്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു ലോഗയാണ് സംഘടിപ്പിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുക എന്നത് രാഷ്ട്രീയ പാപ്പരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇത്തരമൊരു ലോഗോ തയ്യാറാക്കാൻ അതിനാവശ്യമായത് യൂത്ത് കോൺഗ്രസ് ക്ഷണിക്കണം എന്നതാണ് CPM-ന്റെ